പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നീതിമാനെ ദൈവം മാനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുന്നത് എത്രയോ മഹത്തരമാണെന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഓ കർത്താവെ, ഞങ്ങളുടെ അന്ധകാര ചിന്തകൾ നിർവീര്യമാകട്ടെ. കർത്താവെ, ദൈവിക മാർഗങ്ങൾ വിലയില്ലാതെ കാണുന്ന ഞങ്ങളുടെ സ്വഭാവങ്ങളെ കഴുകിക്കളയണമേ. ഓ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് അത്ഭുത സൗഖ്യങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാ വഷള ചിന്തകളെയും കഴുകി കളയണമേ. ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് അഭിമാനമുള്ള ചിന്തകൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ, കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിഷേധ ചിന്തകളെയും അവിടെ നിന്ന് ഇപ്പോൾ തകർത്ത് കളയണമേ. കുടുംബങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തകർച്ചാ ശക്തികളെ അവിടെ നിന്ന് നിർവീര്യമാക്കണമേ. ഓരോ കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത കൃപയുടെ അഭിഷേകം പ്രവഹിക്കട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത കൃപയുടെ അഭിഷേകം പ്രവഹിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ
ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചുവിടുന്നു. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, കുമ്പസാരിക്കാൻ, ദൈവിക കർമ്മങ്ങളിൽ പങ്കുചേരാൻ, വിശുദ്ധ കൂദാശകളിലേക്ക് അടുക്കാൻ, സഭയോട് ചേരാൻ ഈ ദൈവമക്കളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ, വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഹൃദയം തുറക്കാൻ ഇപ്പോൾ ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. ദൈവത്തിൻ്റെ ജനം, യഹൂദ ജനത അഹസ്വേരൂസ് ചക്രവർത്തിയുടെ കീഴിൽ വലിയ ഒരു പീഡനം നേരിടുകയാണ്. ആദ്യം ചക്രവർത്തിക്ക് അവരെ താല്പര്യമായിരുന്നു. എന്നാൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ്റെ കുതന്ത്രങ്ങൾ യഹൂദന്മാരുടെ സമ്പൂർണ്ണ നാശത്തിന് വേണ്ടി അവൻ രാജാവിനിലൂടെ പ്രയോഗിച്ച്, അങ്ങനെ രാജാവ് ആ രാജ്യത്തിൽ നിന്ന്, സാമ്രാജ്യത്തിൽ നിന്ന് സകല യഹൂദന്മാരെയും നിർമൂലനം ചെയ്യാൻ തക്കവണ്ണമുള്ള കൽപ്പന പുറപ്പെടുവിച്ച് വിളംബരം, സാമ്രാജ്യം ഒട്ടാകെ വിളംബരം ചെയ്യപ്പെട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹൂദ ജനത വലിയൊരു പ്രതിസന്ധിയിലായി. അവർക്ക് ഇനി മുന്നോട്ട് വാതിലുകൾ ഇല്ലാതായി. ആ ജനം ആ രാജ്യത്ത് നിലവിളിച്ച് അവർ നിസ്സഹായരും പരിഭ്രാന്തരുമായി മാറി. ഈ സമയത്ത് അവിടെ നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മർദക്കായി. ഈ മർദക്കായി ഈ ജനത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ച് ആ നീതിമാനായ മനുഷ്യൻ, പാപം വെടിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഈ ജനത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവൻ ഉപവാസം എടുത്ത് ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ സങ്കടം ഉണർത്തിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ ആ ദേശത്തേക്ക് വ്യാപരിച്ച് നാമാൻ മർദക്കായിക്ക് വേണ്ടിയും യഹൂദജനത്തിന് വേണ്ടി ഒരുക്കിയ കുതന്ത്രങ്ങൾ നാമാൻ്റെ തലയിൽ തന്നെ പതിച്ച്, ഹാമാൻ്റെ വീട്ടിൽ ഹാമാൻ മർദക്കായിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കൊലമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കൊല്ലാൻ രാജാവ് കൽപ്പനയിട്ട്, ഹാമാൻ ഒരുക്കിയ കൊലമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിൻ്റെ വലിയൊരു പ്രതികൂലം നീങ്ങിപ്പോയി. ജനത്തിന് ആ രാജ്യത്ത് വലിയ ബഹുമതി ലഭിച്ച്, മർദക്കായിക്ക് ആ രാജ്യത്ത് വലിയ ബഹുമതി ലഭിച്ച്. എന്താ ഈ ജനത്തിൻ്റെയും ഈ മർദക്കായുടെയും അന്തസ്സിൻ്റെ പിന്നിലുള്ള ശക്തി? അതിൻ്റെ ശക്തി ഈ മർദക്കായുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവ സന്നിധിയിൽ വലിയ വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ദൈവം മാന്യതയും അന്തസ്സും വിലയും നിലയും കൽപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുലിഖിതം. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഇന്ന് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലദായകമല്ല, ഫലം പുറപ്പെടുവിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഫലം പുറപ്പെടുവിക്കുന്നില്ല. നീതിമാന്റെ പ്രാർത്ഥന ഫലദായകമാണ്, അത് വളരെ ശക്തിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നീതിപൂർവം ജീവിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു, ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെപ്പോലൊരു ജീവിതം അല്ലായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ചും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നെങ്കിലും സാധാരണ ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യ ശരീരത്തിലിരുന്നൊരു മനുഷ്യൻ, പച്ചയായ മാനുഷികമായ എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നൊരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹം നീതി മാർഗത്തിൽ ചരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു നീതിമാനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല.
വീണ്ടും അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ആകാശം മഴ ചൊരിഞ്ഞ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാമത് തിരുലിഖിതത്തിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 3:12. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എപ്പോഴും കർത്താവിൻ്റെ കണ്ണുകൾ, എപ്പോഴും കർത്താവിൻ്റെ കാതുകൾ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് നേരെ തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് നേരെ കർത്താവിൻ്റെ കണ്ണും കാതും എപ്പോഴും തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നിട്ട് വീണ്ടും അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ കർത്താവ് മുഖം തിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ, നീ അതിനെക്കുറിച്ച് ലജ്ജിക്കണം. ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ മാർഗത്തിൽ നടക്കുകയാണെങ്കിൽ കർത്താവ് അദ്ദേഹത്തെ മാനിക്കുന്നുണ്ട്. ലജ്ജാമാർഗങ്ങളിൽ, അശ്ലീല മാർഗങ്ങളിൽ, പാപമാർഗങ്ങളിൽ നടക്കുന്നതിനെ ഓർത്ത് അഭിമാനം കൊള്ളരുത്. അതിനെ നാം വെറുത്തുപേക്ഷിക്കണം. കർത്താവിൻ്റെ വഴികളിൽ, വിശുദ്ധിയിൽ, നീതിയുടെ മാർഗത്തിൽ, പ്രാർത്ഥനയുടെ മാർഗത്തിൽ നടക്കുന്നതിനോർത്ത് അഭിമാനം കൊള്ളണം. അങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നത സ്ഥാനം നൽകി ബഹുമാനിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇത് തന്നെ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ അതിൽ 3-ാമത്തെ അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, 1 യോഹന്നാൻ 3:22, നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിച്ചിട്ട് ദൈവത്തോട് എന്തു പ്രാർത്ഥിച്ചാലും, നമ്മൾ ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുക തന്നെ ചെയ്യും. 1 യോഹന്നാൻ 3:22 ഈ വെളിപാട് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത്. വീണ്ടും 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം തിരുലിഖിതം, ദൈവം തൻ്റെ പരിശുദ്ധദാസനായ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ഒരു ആത്മീയ ദൂത് നമുക്ക് നൽകുകയാണ്. 1 യോഹന്നാൻ 5:14, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച നമ്മൾ, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഹല്ലേലൂയ. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. ഇതൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. ഉറപ്പായി നടക്കുന്നൊരു സംഗതിയാണിത്. നീതിമാനായ ഒരു മകൻ, നീതിമാനായ ഒരു പൈതൽ ദൈവസന്നിധിയിൽ ഒരു കാര്യത്തെ ഉണർത്തിച്ചാൽ ദൈവം ആ വാക്കിന് വില കൊടുക്കും. ദൈവം അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് വില കൊടുക്കും. അദ്ദേഹം ദൈവസന്നിധിയിൽ കയറി ചെന്നാൽ ദൈവം അദ്ദേഹത്തെ മാനിക്കും, ദൈവം അദ്ദേഹത്തെ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിമാനെ ദൈവം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം അതിശക്തമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം, സങ്കീർത്തനം 37:27, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, നിനക്ക് സ്ഥിരപ്രതിഷ്ഠ നൽകി ദൈവം നിന്നെ ഉയർത്തും. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ തിന്മയിൽ വ്യാപരിക്കുന്നൊരു വ്യക്തിയാണോ? നീ പാപമാർഗത്തിൽ നടക്കുന്നതിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണോ? നിന്റെ ദൈവമായ കർത്താവ് അതിൽ സന്തോഷം കൊള്ളുന്നില്ല. നിന്റെ ദൈവമായ കർത്താവ് അതിൽ ആനന്ദിക്കുന്നില്ല. ജഡത്തിൻ്റെ എല്ലാ മോഹങ്ങളും തൃപ്തിപ്പെടുന്ന വ്യക്തിയാണോ?
നീ ജഡത്തിൻ്റെ ദുരാശകളെ തൃപ്തിപ്പെടുത്തരുതേ. ഈ ജീവിതം ജഡത്തിൻ്റെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ ഒഴിഞ്ഞു വെക്കരുത്. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ നിൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകളെയും ജഡത്തിൻ്റെ പ്രേരണകളെയും പരിശുദ്ധാത്മ ശക്തിയെ നിഗണിച്ച് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നീതികരമായി ജീവിക്കാൻ നീ ഉത്സാഹിച്ചാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഒരുപാട് ബഹുമാനത്തോടെ കാണുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ മതിപ്പോടെ കാണുന്നു. നിൻ്റെ ഒരു വാക്കിന്, നിൻ്റെ ഒരു നെടുവീർപ്പിന്, നിൻ്റെ ഒരു നോട്ടത്തിന്, നീ ഒന്ന് കൈ ഉയർത്തുമ്പോൾ, നീ ആ സന്നിധിയിലേക്കൊന്ന് കയറി ചെല്ലുമ്പോൾ ദൈവം ശ്രദ്ധയോടെ, ഒരുപാട് താല്പര്യത്തോടെ, ഒരുപാട് വാത്സല്യത്തോടെ, ഒരുപാട് ബഹുമാനത്തോടെ ദൈവം നിന്നെ മാനിക്കുന്നു. നിൻ്റെ സ്വരത്തിനും നിൻ്റെ വാക്കിനും നിൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവം വില വെക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ ജീവിതത്തിനും നിൻ്റെ വാക്കുകൾക്കും നിൻ്റെ സകല ഇടപാടുകൾക്കും വ്യാപാരങ്ങൾക്കും ദൈവം വില വെക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിൻ്റെ ജീവിതത്തെ പാപത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നീതിയുടെ മാർഗത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുലിഖിതം, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമുക്ക് വ്യാപരിക്കാം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമുക്ക് വ്യാപരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകളുടെ വഴികളിലൂടെയുള്ള നമ്മുടെ നടപ്പ് നാം നിയന്ത്രിക്കണം. പ്രൈസ് ദ ലോർഡ്. ജഡത്തിൻ്റെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്നതിനല്ല നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. എത്രമാത്രം ജഡത്തിൻ്റെ പ്രവണത തൃപ്തിപ്പെടുത്തി എന്നതിനെ നോക്കിയല്ല നാം ആവേശം കൊള്ളേണ്ടത്. അതിനെക്കുറിച്ചല്ല നാം സംതൃപ്തി അനുഭവിക്കേണ്ടത്. മറിച്ച് ജഡത്തിൻ്റെ പ്രവണതകളെ പരിശുദ്ധാത്മാവിനാൽ ക്രൂശിച്ച് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നീ അഭിമാനം കൊള്ളണം. അതിനെ ഓർത്ത് നീ സന്തോഷിക്കണം. നീ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി എത്രമാത്രം നഷ്ടം സഹിക്കുന്നു, നീ അഭിമാനം കൊള്ളണം. എത്രമാത്രം ത്യാഗം സഹിക്കുന്നു, അഭിമാനം കൊള്ളണം. എത്രമാത്രം നീ ഞെരുക്കവും വേദനയും സഹിക്കുന്നു, അഭിമാനം കൊള്ളണം. എത്രമാത്രം നീ പീഡിപ്പിക്കപ്പെടുന്നു, അതിനോർത്ത് അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നീതിയോടെ ജീവിക്കാൻ പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം അവരെ മാനിക്കുന്നു, ദൈവം അവരെ ശ്രദ്ധിക്കുന്നു, ദൈവം അവർക്ക് വില വച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ സ്പർശനങ്ങൾ നൽകണമേ. നീതിമാനെ ദൈവം വിലമതിക്കുന്നുവെന്നും നീതിമാന് ദൈവം വലിയ വില കൊടുക്കുന്നുവെന്നും പരിശുദ്ധാത്മബോധ്യം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ഈ ഭൂമിയിൽ നിസ്സാര ലാഭത്തിന് വേണ്ടി, നിസ്സാരമായ ചില ജഡിക പ്രവണതകളെ തൃപ്തിക്ക് വേണ്ടി എല്ലാ ഉന്നത സ്ഥാനവും വലിച്ചെറിയുന്ന വലിയ തിന്മയുടെ വലിയ നഷ്ടത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന മക്കളെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരണമേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഏസാവ് തൻ്റെ കടിഞ്ഞൂൽപുത്ര അവകാശം വലിച്ചെറിഞ്ഞുവല്ലോ. ഓ കർത്താവേ, അതുപോലെ ഇന്ന് ദൈവസന്നിധിയിലുള്ള തൻ്റെ ഉന്നതമായ സ്ഥാനം വലിച്ചെറിഞ്ഞ് നിസ്സാര സന്തോഷത്തിന് വേണ്ടി, ക്ഷണിക സന്തോഷത്തിന് വേണ്ടി, നൈനിമിക സുഖത്തിന് വേണ്ടി ജഡമാർഗത്തിൽ നടക്കുന്ന ഓരോ മക്കളെയും സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോൾ തൊട്ടുണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപകരമായ മാർഗത്തേർത്ത് അഭിമാനം കൊള്ളുന്നവരെ സ്പർശിക്കണമേ. പാപത്തെ ഓർത്ത് ലജ്ജിക്കാൻ അവിടെ നിങ്ങൾ വരുത്തണമേ കർത്താവെ. ദൈവിക മാർഗത്തിൽ നടക്കുന്ന ദൈവിക മാർഗത്തെയും ഭക്തിയുടെ മാർഗത്തെയും വിശുദ്ധിയുടെ മാർഗത്തെ ഓർത്ത് ലജ്ജിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവെ. ദൈവിക മാർഗത്തിൽ അഭിമാനം കൊള്ളാനുള്ള ആത്മാവിനെ അവർക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവഭക്തിയുടെ അഭിഷേകം നൽകണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കുന്നതിനോട് അഭിമാനം കൊള്ളാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകല ലോകത്തിൻ്റെ രക്ഷകനായ യേശു കർത്താവ് ദിവ്യകാരൻ രൂപനായി നമ്മുടെ മധ്യ വന്നിരിക്കുകയാണ്. ഈശോയുടെ സന്നിധിയിൽ അവരവരുടെ വേദനകൾ സമർപ്പിച്ച് നിലവിളിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ഇതാ ഒരു കുട്ടി, ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായൊരു വേദന ദിവ്യകാരൻ ഈശോയുടെ തന്നെ നിലവിളിച്ചപ്പോഴുണ്ടായ അത്ഭുതം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് ആൻ മരിയ. ഞാൻ സേലത്ത് BSc നേഴ്സിങ്ങിന് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്ക് വലതുവശത്തെ ഓവറിയിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് സർജറി ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ചില കാരണങ്ങളാൽ എനിക്ക് അപ്പോൾ സർജറിക്ക് വിധേയമാകാൻ കഴിഞ്ഞില്ല. സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെയും രണ്ടാമത്തെയും ഞായറാഴ്ചകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത്
ആരാധന നടക്കുമ്പോൾ എൻ്റെ ഓവറിലുള്ള മുഴ സുഖപ്പെടുത്തി തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി. സൗഖ്യപ്പെട്ടാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. 9-ാം തീയതിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ 11-ാം തീയതി ഉച്ചയോടുകൂടെ എൻ്റെ ഈ രോഗപീഠയുടെ സ്ഥിതി അറിയാൻ സ്കാനിങ്ങിന് പോയി. സ്കാനിങ് റിപ്പോർട്ട് ലഭിച്ചു. സ്കാനിങ് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നോ ഒബിവിയസ് പത്തോളജി, പ്രീവിയസ്ലി നോട്ടഡ് സിസ്റ്റ് ഈസ് നോട്ട് സീൻ നൗ. ആ വ്യക്തിയുടെ ഓവറിയിലുണ്ടായിരുന്ന, ഗർഭാശയത്തിലുണ്ടായിരുന്ന മുഴ പൂർണ്ണമായും അപ്രത്യക്ഷമായതായി ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് ഈ കാണുന്നത്. ഇത് ആദ്യം ചെക്കപ്പ് ചെയ്തപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 8x5x7.2 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള മുഴ ഓവറിയിൽ കാണുന്നുവെന്ന് പറഞ്ഞാണ് ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട്. രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ട് ഈ അഭിഷേകാഗ്നി ആരാധനയിൽ 2 ആഴ്ച പങ്കെടുത്തതിന് ശേഷം തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് നടത്തിയപ്പോൾ തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്: പ്രീവിയസ്ലി നോട്ടഡ് സിസ്റ്റ് ഈസ് നോട്ട് സീൻ നൗ. നേരത്തെ ഉണ്ടായിരുന്ന മുഴ ഇപ്പോൾ കാണാനില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സർട്ടിഫിക്കറ്റും പ്രാർത്ഥനയ്ക്ക് ശേഷം എടുത്ത സ്കാനിങ് റിപ്പോർട്ടും രണ്ടും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് വിഷമത്തിലാണ് ഇരിക്കുന്നത്, ആ വിഷമത്തിലേക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് അത്ഭുത വിലയുണ്ട്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. രോഗികളിലേക്ക് അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കഠിന രോഗങ്ങളുടെ മേൽ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കേൾവിയില്ലാത്ത ചെവികൾക്ക് കേൾവി ശക്തി ലഭിക്കട്ടെ. കാഴ്ചയില്ലാത്ത കണ്ണുകൾ കാണട്ടെ. തളർന്നിരിക്കുന്നവർ ചാടി എഴുന്നേൽക്കട്ടെ. ഓ കർത്താവെ, ശരീരത്തിൻ്റെ മുഴകൾ, രോഗകരമായ മുഴകൾ, രോഗകരമായ തടിപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മനോവിഷമങ്ങൾ, നിരാശ, സങ്കടം, ആത്മീയമായ മടുപ്പ്, മന്ദത, മരവിപ്പ്, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, പൈശാചിക പിടകൾ, ദുർബോധത്തിൻ്റെ ശല്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള എതിർ പ്രാർത്ഥനകൾ, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, ശത്രുപീഡകൾ, ഇവയാൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും മകനോ മകളുണ്ടെങ്കിൽ യേശുവിനെ ശരീരത്തിന് ശക്തി പുറപ്പെട്ട് അത്ഭുത വിടുതൽ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ എറണാകുളത്തു നിന്നും വരുന്നു. അച്ഛൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാമും സെൻറ്റ് സാസിൽ വെച്ച് റിന്യൂവൽ സെൻ്റർ വെച്ച് നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ റിന്യൂവൽ സെൻ്റർ വെച്ച് തന്നെ എൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള വലിയൊരു മുഴ അച്ഛൻ അവിടെ പ്രോഗ്രാമിൽ റിനി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടുത്തു മാറ്റിയെന്ന് പറഞ്ഞ് ഞാനത് 3 ആഴ്ച വരെ, അപ്പം വേദന ഭയങ്കരമായിട്ട് കൂടി, പക്ഷെ പഴുപ്പൊന്നുമില്ല, വലിയ മുഴയായിരുന്നു. എന്നിട്ട് 3-4 ആഴ്ച മുമ്പ് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അത് എനിക്ക് നേരത്തെ വയറ്റിൽ മുഴയൊക്കെ വന്ന് ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളമാരൊക്കെ പറഞ്ഞു കൊണ്ടേ കാണീര് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും വേണ്ട, ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിന് പോയിച്ച് വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ്റെ അച്ഛൻ്റെ ധ്യാനത്തിന് വന്നു. അന്ന് റെനി അച്ഛനായിരുന്നു. അന്ന് ആ ധ്യാനത്തിനെനിക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു മുഴയെടുത്ത് മാറ്റുന്നെന്ന്. ആ സമയത്ത് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഏതായാലും എന്നെ സ്പർശിച്ചെന്നാ തോന്നുന്നു പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ടും വേദനയില്ല, പക്ഷേ മുഴ ഇങ്ങനെ ചുമന്ന് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആശുപത്രി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സൗഖ്യം തന്നു കഴിഞ്ഞാൽ ചിലപ്പം 2-3 ആഴ്ചയൊക്കെ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ മാറുവാണെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. 3 ആഴ്ച അടുത്ത ധ്യാനത്തിൻ്റെ 3 ദിവസം മുമ്പ് ആ മുഴ ഒട്ടുമില്ലെന്നായി ഒരു ചാര നിറമായിട്ട് മാറി. പക്ഷെ എനിക്ക് അന്ന് സമയത്ത് എൻ്റെ മോൻ്റെ അടുത്തോട്ട് കോഴിക്കോടിന് പോരേണ്ടതുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല. പിറ്റത്തെ മാസമാണ് ഞാൻ വന്നത്. ആ സമയം അന്നായപ്പോഴത്തേക്കും വെറുതെ പാട് മാത്രമേ ഉള്ളൂ, സ്കിന്നിൻ്റെ നിറവായി കംപ്ലീറ്റ് ആയിട്ട് മാറി. ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞതാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ട്, ശരീരത്തിൽ മുഴ വന്ന്, നേരത്തെ മുഴ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞതാണ്. ഉള്ളില് ഫൈബ്രോയിഡ് വന്നിട്ട് ഇത് ഈ മുഴ കയ്യിലാണ്, ശരീരത്തിന് പുറത്താണ് വന്നത്, സൈഡിലായിട്ട് വന്നത്. എത്ര വലുപ്പമുണ്ടോ? ഒരു പേരക്കയുടെ വലുപ്പമുണ്ടോ? നെല്ലിക്ക മുഴുപ്പിലുള്ള. ഞാൻ അവിടെ സിസ്റ്ററിനെ കാണിച്ചു കൊടുത്തായിരുന്നു. ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള മുഴ, അത് പഴുത്ത് അത് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. റെനിയച്ചൻ ആ കാര്യത്തെ യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.